കൂട്ടുകാരെ, ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യല് കൊഞ്ച് കറിയാണ്. കൊഞ്ചെല്ലാം കഴുകി വൃത്തിയാക്കി മുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് ഞാൻ വെച്ചേക്കുവാണ്. ഇനിയും തേങ്ങ തിരുമ്മി വറുത്ത് പൊടിച്ച് ചേർത്ത് കൊഞ്ച് കറി വെക്കണം. നല്ല കൊഞ്ച് കിട്ടി. പിന്നെ കുക്കറിൽ സാമ്പാർ റെഡിയാണ്. സാമ്പാർ വിസിലടിക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ പാവയ്ക്ക തോര റെഡിയായി. നല്ല പാവയ്ക്ക തോര റെഡിയായി. ചോറ് വെന്തു. ഇത്രയും പെട്ടെന്ന് സാമ്പാർ വേവുന്നതായിരിക്കും. ഫിഷിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഫിഷിൽ നല്ല വലിയ കൊഞ്ചാണ്. അത് കഴിഞ്ഞിട്ട് കൊഞ്ച് കറി കഴിഞ്ഞിട്ട് നല്ല പൊളപ്പൻ അയില കിട്ടി. അവനെ വറക്കണം. സാമ്പാറിന് ഫിഷിലടിച്ചു. നല്ല പൊളപ്പൻ അയിലയുണ്ട്. ക്ലീൻ ചെയ്തുകൊണ്ട് വന്നതാണ്. ഇവനെ ഒന്ന് ശരിയാക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡിൻ്റെ സ്പെഷ്യൽ. സൺഡേ സ്പെഷ്യൽ. സാമ്പാർ വെന്തു. നല്ല കൊഞ്ചാണ്. നല്ല വലിയ കൊഞ്ചാണ്. ഇതിൻ്റെ പുറത്തൊരു അഴുക്കുണ്ട്. അത് ഞാൻ കീറി കറുത്ത അഴുക്ക് അതെല്ലാം എടുത്ത് കളഞ്ഞു. കുറേ സമയമായി. അത് കാരണം ഇന്ന് പകലൊന്നും ലൈവില്ല. വൈകിട്ട് പിന്നെ പ്രോഗ്രാം ഉണ്ട്, ഒരു ഫങ്ഷനുണ്ട്. അടുത്ത ഫിഷിലടിക്കുന്നു. സാമ്പാർ റെഡിയായി. അടിക്ക് ഫിഷിലടിക്ക്. തേങ്ങ കുറച്ചുകൂടെ തിരുമ്മണം. പിന്നെ അത് വറക്കണം. പിന്നെ അതിൻ്റെ കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം. നമ്മൾ വാളംപുളിയല്ല, തോട്ടുപുളിയാണ് ചേർക്കുന്നത്. ഫിഷിലടിക്കുന്നു. ഒരു ഫിഷിലൂടെ അടിക്കുമ്പോൾ സാമ്പാർ റെഡി. അപ്പോൾ സാമ്പാർ, കൊഞ്ച് കറി, പാവയ്ക്ക തോരന്, അയില വറുത്തത്, അച്ചാർ. എല്ലാവരും വരുമോ കൂട്ടുകാരെ കഴിക്കാൻ? കുറച്ച് നേരം ഇങ്ങനെ മസാല വരട്ടിയിരിക്കട്ടെ. പിന്നെ ഇത് കട്ട് ചെയ്യണം. വലിയ കൊഞ്ചാണ് കേട്ടോ. വലിയ കൊഞ്ചാണ്. കട്ട് ചെയ്യണം. ഒരു വിഷിലൂടെ അടിക്കട്ടെ സാമ്പാർ. അപ്പോൾ എല്ലാവരും സൺഡേ സ്പെഷ്യൽ കഴിക്കാൻ വരുമെന്ന വിശ്വാസത്തോടെ ഓക്കെ, ബൈ ബൈ.